Apron. അപ്പോൾ നമ്മൾ കുറേ ആയില്ലേ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഡിലേ ആയിപ്പോയത് കേട്ടോ. പിന്നെ നമ്മുടെ നോമ്പൊക്കെ ആയിരുന്നല്ലോ, പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ വന്ന് ഇങ്ങനെ ഡിലേ ആയിപ്പോയതാണ്. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി നീ എന്ത് വീഡിയോസ് ഒന്നും ഇടാത്തത്, കുറേ ആയാലും വീഡിയോസൊക്കെ ഇട്ടിട്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഇനി മുതൽ എന്തായാലും വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി മുന്നോട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കോട്ടക്കിലാട്ടോ ഈ പ്രൊജക്റ്റ് ഉള്ളത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ പോയി കണ്ടിട്ട് വരാം. Ayurveda is India's own way of treatment. Rather than a treatment, Ayurveda is a source of livelihood as well as means of foreign currencies. Mr. Nisamuddin Nurdin and Mr. Salim Cholin, extremely experienced people in imparting Ayurvedic treatment, have undertaken an exciting Ayurvedic hospital venture. This venture, named Ayur Medicity, is to be built off the Kanyipura highway in 26 acres. This project includes ultra-modern hospital, villas for those who come for treatment, restaurants, playground, convention center, mosque, hypermarket, etc. Ayur Medicity Private Limited Company is also giving a golden opportunity to those NRIs who are looking for good investment and job opportunity in their homeland. Ayur Medicity Private Limited. ഹലോ, അപ്പം നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം കോട്ടക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ചും കൂടി നമുക്ക് പോകാനുണ്ട്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആയുർ മെഡിസിറ്റി പറഞ്ഞ ഗ്രൂപ്പിൻ്റെ ടൗൺഷിപ്പ് പ്രോജക്റ്റിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവരത് 26 ഏക്കേഴ്സിലാണ് ഈ പ്രോജക്റ്റ് ഉള്ളത്. ഈ പ്രോജക്റ്റ് ഓൺ ആയിട്ടില്ല, അതിൻ്റെ സ്റ്റാർട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഡിലേ ആയി പോയതാണ്. അപ്പം ഞാൻ അവരോട് ആദ്യം തന്നെ അതിനൊരു സോറി പറയുകയാണ് ഇത്രയും ഡിലേ ആയി പോയതിന്. അപ്പോൾ സോറി കേട്ടോ ഇത്രയും ഡിലേ ആയി പോയതിന്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഏകദേശം എത്താറായിട്ടോ. ഇവരുടെ ഈ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് ഉള്ളിലോട്ടായിരിക്കും, കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു തണുപ്പൊക്കെ ഉള്ള സ്ഥലമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം എത്തിയിട്ടോ. ഇതാണ് നമ്മുടെ സ്ഥലം. അപ്പം നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ, ഗേറ്റ് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലോട്ട് കയറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് അവിടുത്തെ സെക്യൂരിറ്റി അങ്കിൾ വന്നിട്ട് നമുക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്ത് തന്നു. നമ്മൾ സാനിറ്റൈസ് ചെയ്യിപ്പിച്ചു. നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് നമ്മളെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ ഓഫീസ് എന്ന് പറയുന്നത്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസൊക്കെ നമുക്ക് അവിടുത്തെ എക്സിക്യൂട്ടീവ്സിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം നമ്മളിതാ അവിടെ എത്തി. അപ്പം നമ്മളിനി ഓഫീസിലോട്ട് കയറാൻ പോവാം കേട്ടോ. അപ്പം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ പ്രൊജക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിനി അവിടുത്തെ എക്സിക്യൂട്ടീവ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർ മെഡിസിറ്റി എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ ടൗൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഒരു 26 ഏക്കേഴ്സിൽ 240 crores ബഡ്ജറ്റിൽ വരുന്ന ഒരു പ്രോജക്റ്റാണത്. നമുക്ക് ഈ പ്രോജക്റ്റിന്റെ അണ്ടറിൽ തന്നെ കുറെ കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അതായത് ഹൈബ്രിഡ് വില്ലാസ് വരുന്നുണ്ട്, ഒരു 40 ഹൈബ്രിഡ് വില്ലാസുകൾ വരുന്നുണ്ട്. അത് ട്രീറ്റ്മെന്റ് പെർപ്പസിന് മാത്രമായിട്ട് വരുന്ന ഒരു ഹൈബ്രിഡ് വില്ലാസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്, ഓട്ടിസം പാർക്കുകൾ ഉണ്ട്, ലക്ഷറി വില്ലാസുകൾ ഉണ്ട്, പ്രീമിയം വില്ലാസ് ഉണ്ട്, പിന്നെ അതേപോലെ റോ ഹൗസസ് ഉണ്ട്. റോ ഹൗസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു പുതിയൊരു കോൺസെപ്റ്റ് ആണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ലാൻഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഈ അപ്പാർട്ട്മെന്റ്സ് മാത്രമല്ലാതെ തന്നെ വേറെ കുറെ ഫെസിലിറ്റീസ് ഉണ്ട്. അതായത് ഒരു കൊമേഴ്ഷ്യൽ ഹബ്ബ് വരുന്നുണ്ട്, മസ്ജിദ് ഉണ്ട്, ഫിറ്റ്നസ് സെന്റർ ഉണ്ട്, യോഗ സെന്റർ ഉണ്ട്. നമ്മളുടെ ഈ പ്രോജക്റ്റിൽ ഈ സൈറ്റ് ത്രൂ ഔട്ട് ആയിട്ട് നമുക്ക് ഹോഴ്സ് റൈഡിങ് ട്രാക്കുകൾ വരുന്നുണ്ട്, ജോഗിങ് ട്രാക്കുകൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ സൈക്ലിംഗ് ട്രാക്കുകൾ നമുക്ക് ത്രൂ ഔട്ട് വരുന്നുണ്ട്. നമ്മുടെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് നിസാമുദ്ദീൻ നൂറുദ്ദീനും സലീം ചോലയിൽ എന്ന് പറഞ്ഞ 2 വ്യക്തികളാണ്. നമ്മുടെ പ്രോജക്റ്റിന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് കോഴിക്കോടുള്ള PC റഷീദ് ആൻഡ് അസോസിയേറ്റ്സിലെ PC
ഋഷി സാറാണ് നമ്മുടെ ആർക്കിടെക്ട്. അതേപോലെ തന്നെ നമ്മുടെ ചീഫ് എഞ്ചിനീയർ വരുന്നത്, പ്രോജക്റ്റിന്റെ ചീഫ് എഞ്ചിനീയർ വരുന്നത് നിയോടെക്, കോഴിക്കോടുള്ള തന്നെ കോഴിക്കോട് ബേസ്ഡ് കമ്പനിയായ നിയോടെക്കിലെ സുരേഷ് സാറാണ്. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ആർക്കിടെക്ട് ആൻഡ് എഞ്ചിനീയർ പ്രോജക്റ്റ്. നമ്മുടെ സൈറ്റിലെ ലാൻഡ്സ്കേപ്പും സൈറ്റിന്റെ ഒരു സ്ഥിതിഗതികളൊക്കെ മനസ്സിലാവാൻ പറ്റും. അപ്പം നമ്മൾ കൂടുതൽ ഈ നേച്ചർ പ്രിസർവിങ് ടൈപ്പ് ഓഫ് കോൺസെപ്റ്റ് ആണ് നമ്മൾ കൂടുതൽ ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവരുടെ സൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇവരുടെ പ്രൊജക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഓൺ ആയിട്ടില്ല. അതിൻ്റെ വർക്കിങ്ങും ഇപ്പോൾ എന്താ പറയുക, കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതെങ്ങനെയായിരിക്കും ഫൈനൽ പ്രൊജക്റ്റ് എന്ന് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് പോകുന്നത് ഇവരുടെ കോറിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കും അതാ പോകുന്നു. അപ്പം നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. നല്ല തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ. ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പുണ്ട് ഇവിടെ. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവരുടെ അപ്കമിങ് പ്രൊജക്റ്റാണ്. ഇത് ഓൺ ആയിട്ടില്ല, ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ടായിട്ടില്ല. ഇത് പ്രൊജക്റ്റ് സ്റ്റാർട്ടായി കഴിഞ്ഞാലായിരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ കോറിയാണ്. ഇതൊക്കെ ഇവിടുത്തെ നാച്ചുറായിട്ടുള്ളത് തന്നെയാണ്. ഇതൊന്നും ഉണ്ടാക്കിയതല്ല, ശരിക്കും ഇതൊക്കെ നാച്ചുറായിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഇനി കാണാൻ പോകുന്നത് കോറിയാണ് കേട്ടോ. കാണിച്ചു തരാം കേട്ടോ. അമ്മേ, അപ്പോൾ അതാണ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ പറയുന്നത് ഇപ്പോൾ ഇവിടെ മഴക്കാലം ഇല്ലാത്തതുകൊണ്ട് അധികം വെള്ളമില്ല എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭയങ്കര നല്ല ഭംഗിയുള്ള ഫോട്ടോസൊക്കെ അവർ എനിക്ക് കാണിച്ചു തന്നു കേട്ടോ. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഭയങ്കര നല്ല രസമാണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളത്തിൽ ഞാൻ കാലിട്ട് നോക്കിയപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ആ ഫോട്ടോ കൂടി ഇടാം കേട്ടോ. അവർ കാണിച്ചു തന്ന ഫോട്ടോ കൂടി ഇടാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നമ്മുടെ കോറി കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ പോയത് ഇവരുടെ തന്നെ എന്താ പറയുക, ഹെർബൽ പ്ലാന്റ്സ് ഒക്കെ, ഇവർ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഹെർബൽ പ്ലാന്റ്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാട്ടോ പോയത്. പക്ഷേ ഇവരുടെ ഇപ്പോൾ ഒന്നും സ്റ്റാർട്ടായിട്ടില്ല, അതൊക്കെ വെച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ പ്രൊജക്റ്റ് ഓൺ ആകുമ്പോഴത്തേക്ക് അതൊക്കെ സെറ്റാക്കും. ഇവർ ട്രൈ ചെയ്യുന്നുണ്ട് ഒരുപാട് ഹെർബൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവർക്ക് ഇവിടെ ഒരു മുല്ലപ്പൂവിൻ്റെ മാത്രമേ സംഭവമുള്ളൂ, മുല്ലപ്പൂവിൻ്റെ കൃഷി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇവരുടെ സൈറ്റിൽ തന്നെ കോറി ഉള്ളതുകൊണ്ട് ഇവർക്ക് ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ഇവരുടെ ട്രീറ്റ്മെൻറ്റിനും ബാക്കി ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇവർക്ക് തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതൊരു സുഖമായിട്ട് തോന്നുന്നു എനിക്ക്. വെള്ളത്തിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് വെള്ളമാണല്ലോ. ഇവരുടെ സൈറ്റിൽ തന്നെ കോറി ഉള്ളതുകൊണ്ട് ഇവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പോൾ നമ്മളിതാ ഇനി കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഹൈബ്രിഡ് വില്ലാസ്. അപ്പോൾ ഇതായിരുന്നു ഞാൻ പോയ സമയത്ത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കുറച്ചും കൂടി പ്രോഗ്രസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പോയിട്ട് ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് വില്ല എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടുത്തെ എക്സിക്യൂട്ടീവിനോട് തന്നെ ചോദിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് വില്ലാസ് വരുന്നത്. ഇത് വരുന്നത് 6.5 സെന്റിൽ 800 സ്ക്വയർ ഫീറ്റ്സിൽ 2 BHK ആണ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയതാണ്. ഈ ഒരു സ്ട്രെച്ചിലാണ് നമുക്ക് ഹൈബ്രിഡ് വില്ലാസ് വരുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ, അതായത് നമ്മുടെ ഹോസ്പിറ്റൽ, നമ്മൾ വരാൻ പോകുന്ന ഹോസ്പിറ്റൽ ഏകദേശം ആ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഹൈബ്രിഡ് വില്ലേൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ സ്കീം എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ നമുക്ക് 10 years പ്ലാനാണ് വരുന്നത്. 10 വർഷത്തേക്ക് നിങ്ങളിത് എടുത്തു കഴിഞ്ഞാൽ 10 വർഷത്തേക്ക് നമുക്ക് തന്നെ ലീസിന് തരും. അതിനനുസരിച്ചുള്ള നമ്മൾ റെൻറ്റ്, അതായത് ഇപ്പോഴത്തെ പ്രകാരം 12,500 ആണ് പെർ മന്ത് റെൻറ്റ് വരുന്നത്. അത് നമുക്ക് ഇയർലി ഒരു 5% വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് വരും, ആഡ് ആയിക്കൊണ്ടിരിക്കും. ഈ 12,500ൻ്റെ 5% വെച്ചിട്ട് ആഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ 10 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ ഒരു 80% നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കയ്യിലെത്തി കഴിഞ്ഞിട്ടുണ്ടാവും. വേറെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നിങ്ങൾ ഈ 10 വർഷം നമുക്കിത് തരുമ്പോൾ ഇതിൻ്റെ എല്ലാ ബേസിക് ആയിട്ടുള്ള എല്ലാ പരിപാടികളും നമ്മൾ ചെയ്തു കൊടുക്കും. ഒക്കെ നമ്മൾ ചെയ്തോളും, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ എവറിത്തിങ് നമ്മൾ ചെയ്തോളും. ഇതിപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്ന പേഷ്യൻസിന് നമ്മളിത് താമസിക്കാനുള്ള സൗകര്യമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു വീട്ടിൽ എങ്ങനെയാണോ താമസിക്കുന്നത് അതേപോലെ ആയിരിക്കും നിങ്ങൾക്ക്
അതായത് പേഷ്യൻസിന് നമ്മൾ കൊടുക്കുക. ഈവൻ എല്ലാം ഫേർണിഷ്ഡ് ആയിരിക്കും. AC, വാഷിംഗ് മെഷീൻ, നമ്മളെ കിച്ചൻ്റെ എല്ലാം എവറിത്തിങ് നമ്മൾ അങ്ങനെയായിരിക്കും കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്തു പോകും. നമ്മളൊരു 10 വർഷത്തേക്ക് ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര കോസ്റ്റ് ഉണ്ടാവും എന്ന് അറിയാലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ 10 വർഷം നിങ്ങൾ നമുക്ക് ലീസിന് തരുമ്പോൾ, കമ്പനിക്ക് ലീസിന് തരുമ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ കവറായി കിട്ടും. ഓണർഷിപ്പ് ആക്ച്വലി നിങ്ങളുടെതാണ്. നമുക്ക് ലീസിന് തരുന്നൊരു കാര്യമുണ്ട്. 15 days നമുക്ക് ഇവിടെ വന്ന് നിൽക്കുകയും ചെയ്യാം. വേറൊരു കാര്യം എന്താ വെച്ചാൽ 15 days 15 ദിവസം നിങ്ങൾക്ക് നമ്മുടെ ഈ ഹൈബ്രിഡ് വില്ലയിൽ താമസിക്കാവുന്നതാണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് 15 ദിവസത്തേക്ക്. അപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യണം, ഹോസ്പിറ്റൽസ് യൂസ് ചെയ്യാം. അതിന് നമ്മൾ എന്താ വെച്ചാൽ നിങ്ങൾ ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാർഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ കാർഡ് ത്രൂ നിങ്ങൾക്ക് ഡിസ്കൗണ്ടഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് റേറ്റ്സ് ഉണ്ടാവും. അതൊക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ 15 ദിവസത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ തന്നെ നിൽക്കാം. അതെല്ലാം കുറച്ച് ഡിലേ ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹൈബ്രിഡ് വില്ലയിൽ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ഇതിനുള്ളിലൊക്കെ ഒന്ന് കാണാം. ഇതൊരു സിമെട്രിക്കലായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. നമ്മുടെ ഒരു റൂം ഇതാണ് വരുന്നത്. ആ റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് ബാത്റൂംസ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. ഓക്കെ. ഓപ്പോസിറ്റ് ഒരു ബെഡ്റൂം അല്ലേ? പിന്നെ നമ്മളിതിപ്പോൾ പേഷ്യൻസ് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് 1 meter ഗ്യാപ്പ് വരുന്നുണ്ട് ഡോർസിനൊക്കെ. വീൽ ചെയർ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ, നമ്മളെന്താ വെച്ചാൽ മെയിനായിട്ട് ഇത് പേഷ്യൻസിനാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. ഇവരെ വെച്ച് പേഷ്യൻസ് സ്റ്റേ ചെയ്യാനാണ്. അപ്പോൾ വീൽ ചെയർ ആക്സസിബിൾ ആയിട്ടുള്ളതാണ് എല്ലാം. പിന്നെ നമ്മൾ കയറുന്നവർക്ക് ഒരു സ്ലോപ്പ് കൊടുക്കുന്നതാണ്. ഒരു സ്ലോപ്പും കൂടി എക്സ്ട്രാ ഉണ്ടാവും. ഇത് 2 റൂംസ് ഉള്ളത്. ഇത് കയറി വരുന്ന നമ്മുടെ ഏരിയയാണ്. ഇവിടെ നേരെ പോയാൽ നമ്മുടെ കിച്ചണാണ് വരുന്നത്. കിച്ചൺ ഇവിടെ നമ്മുടെ പ്രപ്പോസ്ഡ് ഹോസ്പിറ്റൽസ് ഒരു പ്ലോട്ടിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പേഷ്യൻസിനൊക്കെ ഈസിലി ആക്സസിബിൾ ആയിരിക്കും അവിടേക്കുള്ള. അപ്പോൾ ഈ കാണുന്നത് കേട്ടോ ഇവരുടെ ഹൈബ്രിഡ് വില്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ലാൻഡ് എന്ന് പറയുന്നത് ഒരു അപ്പ് ആൻഡ് ഡൗൺ അങ്ങനെയാണ് കേട്ടോ ഇവരുടെ ലാൻഡ് കിടക്കുന്നത്. ആ ലാൻഡ്സ്കേപ്പ് അതുപോലെ വെച്ചിട്ടാണ് കേട്ടോ ഇവർ ഫുൾ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ളത്. അതെനിക്ക് ഈ പ്രൊജക്റ്റിൽ ഒരു അടിപൊളിയായിട്ട് തോന്നി. പിന്നെ അതിന് ശേഷം ഞങ്ങളൊരു അരുവി കണ്ടു കേട്ടോ. അപ്പോൾ ഞാനും ഇപ്പോൾ അങ്ങോട്ട് ഓടിയിട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു വെള്ളത്തിന്. അപ്പോൾ ഇവർ പറയുന്നത് മഴക്കാലമായി കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് ഇവിടെ ഉള്ളത് തന്നെ ആയിരുന്നില്ലേ? മഴ പെയ്താൽ ഇപ്പൊ തന്നെ അത്യാവശ്യം കണ്ടില്ലേ? മഴയും കൂടി പെയ്താൽ നല്ല രസം. അതെവിടെയായിരിക്കും നമ്മള് വെള്ളത്തിൽ കയറി പോയിട്ട് അവിടെ എത്തിയിട്ട് വെള്ളം കൂടിപ്പോയത്? അപ്പം നമ്മൾ അവരുടെ സൈറ്റൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ അവിടെ കുറച്ച് മൊയലിനെ കണ്ടു. അപ്പോൾ ആമിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കൊണ്ടുപോയതാട്ടോ. അപ്പോൾ ആമി അതിനെ കണ്ടിട്ട് ഭയങ്കര എനിക്ക് പിടിക്കാനൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. മമ്മാമ്മ തിന്നോക്ക് ആമി, മമ്മാമ്മ ചോറ് തിന്ന, ചോറ് തരൂ ചോദിച്ചോക്ക്, ആമിക്ക് തരൂ ചോദിച്ചോക്ക്. ഇതിനിറക്കി വിട്ട് അതിനെ പോയി പിടിക്കൂട്ടാ. നീ എനിക്ക് പേടിയാ. തിന്നോട്ടേക്കോ പാവുണ്ട്. അയ്യേ പാല് കുടിക്കാൻ പോയി നോക്കിയേ. ഇങ്ങോട്ട് വാ.
അപ്പം നമ്മളിന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ട്രസ്റ്റ്ഫുള്ളായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോജക്റ്റാണ്. വെക്കേഷനൊക്കെ ആകുമ്പോൾ വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോജക്റ്റ് കേട്ടോ.